ആ സമയത്ത് ഇടത്ത് സൈഡിൽ നിന്ന് ഞങ്ങൾ ചില സൗണ്ടുകൾ കേൾക്കാനും തുടങ്ങി. പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു 8-10 കാട്ടുപന്നി ഒറ്റ ഓട്ടം ഓടി അങ്ങ് പോയി. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കാട്ടുപന്നി ഓടിപ്പോകുന്നുണ്ട്. ദൂരെ നിന്നൊരു സൗണ്ടും കേൾക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു 5-6 ടോർച്ച് ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. അവർ നേരെ ഞങ്ങളുടെ നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ നടന്നു വരുന്നത്. ഞങ്ങൾ നല്ല ഇരുട്ടായതുകൊണ്ടും ഞങ്ങളെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ദൂരെ നിന്ന് അവർ വരുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ വാച്ചർ പറഞ്ഞു, സാറേ അതിവിടുത്തെ പോച്ചേഴ്സാണ്, സ്ഥിരമായിട്ട് അവർ മൃഗങ്ങളെ കൊല്ലാറുണ്ട്, നമുക്കിന്ന് അവരെ പിടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതിനെന്താ, ഇന്ന് നമ്മൾ എന്തായാലും പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കയ്യിലെല്ലാം നല്ല ടോർച്ചുകൾ, നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ചുകളുണ്ട്. അപ്പം ഞാനാണ് ഈ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് വരുന്ന സമയത്ത് നമ്മളെല്ലാം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ടോർച്ച് ലൈറ്റ് തെളിച്ചിട്ട് ഉറക്ക കാറാന്ന് പറഞ്ഞ് കാറിയിട്ട് എല്ലാവരും ഒരുമിച്ച് 6 പേര് ഒരുമിച്ച് കാറിയിട്ട് ഒരുമിച്ച് ടോർച്ച് അടിക്കുമ്പോൾ പെട്ടെന്ന് അവർ പേടിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർ അടുത്തെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നടന്നു വരിക, 200 മീറ്റർ 100 മീറ്റർ ഒരു 50 മീറ്റർ ഒരു 30 മീറ്റർ അടുത്തെത്തിയപ്പോൾ അവർക്ക് എന്തോ മണത്തം തോന്നും. അവർക്ക് തോന്നി എന്തോ റോഡിൽ ആൾക്കാർ നിൽപ്പുണ്ടോ എന്ന് അവർക്കൊരു സംശയം. അവർ അനങ്ങാതെ നിന്ന് ടോർച്ചൊക്കെ ഓഫാക്കിയിട്ട് അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞു, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയും ഈ ടോർച്ച് അടിച്ചിട്ട് ഒറ്റ കാർച്ചയും ഞാൻ പെട്ടെന്ന് ഓടി അവരുടെ നേർക്ക്. അപ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി 5 പേര് ഒരുമിച്ച് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അവരും ടോർച്ച് തെറിച്ചിട്ട് കാറി കൂവി അവർ ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു 30 മീറ്റർ ആയിട്ട് ഞാനൊരു 8-10 സെക്കൻഡിനുള്ളിൽ ഞാൻ ഓടി ഒരാളുടെ അടുത്തെത്തി. അപ്പോൾ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചിട്ട് പേടിച്ചരണ്ട ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. ഒരു വെളുത്ത ബെന്നിനും ഒരു ബ്രൗൺ കളറുള്ള പാൻറ്റും ഇട്ടിട്ട് ഒരാളിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്.